ഞാൻ സോളമൻ, സബ് ഇൻസ്പെക്ടർ സോളമൻ ജോസഫ്. അറയ്ക്കൽ അബൂബക്കർ ഹാജി. ഞാൻ ഒരുപാട് കേട്ടു. ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ ബദിയെടുക്കെ പറ്റിയ ഒരു വ്യക്തമായ പിക്ചർ എനിക്ക് കിട്ടിയായിരുന്നു. ഇവിടുത്തെ ജീവിതത്തെ പറ്റി, ജനങ്ങളെ പറ്റി, ഈ ജനങ്ങൾക്കെല്ലാമായ അബൂബക്കർ ഹാജിയെ പറ്റി. ക്ഷമിക്കണം, എന്റെ ഒരു നേച്ചറാ ആദ്യം നേരെ ഓപ്പോസിറ്റ് ആയ ഒരു ഇമേജ് ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ കമ്പനി ആവാന്നുള്ളത്. അതിനാ ഹബീബിനോട്ട് സ്റ്റേഷനിലോട്ട് വിളിപ്പിച്ചത്. മുതലാളി വരികയില്ല എന്നുള്ള കാര്യം എനിക്ക് അച്ചട്ടല്ലയോ. പിന്നെ മോനെ ഞാനൊന്ന് ഇളക്കി നോക്കിയതാ. പക്ഷേ പോരാ കേട്ടോ, ഇളകുമല്ല, പറഞ്ഞിങ്ങ് പോരുകയും ചെയ്തു. എന്തോന്ന് ഷെറീഫ് ഇത്, അറയ്ക്കൽ അബൂബക്കറിന്റെ മോനെന്ന് പറയുന്നതിനും വേണ്ടായ ഒരു ചങ്കറപ്പൊക്കെ. സ്വർണ്ണക്കരണ്ടിയും വായിൽ വെച്ചോണ്ട് ജനിച്ച മക്കളല്ലേ, ഇളം വെയിൽ കൊണ്ടാ മതി വാടിപ്പോവാൻ. വരീൻ, അകത്തിരിക്കാം. കുടിക്കാൻ എന്താ? എന്തും. ഒന്ന് കളയണ്ട സബ് ഇൻസ്പെക്ടറെ. ആ നരുന്ത് പോലത്തെ പെണ്ണ് വിചാരിച്ച എന്ത് നടക്കുന്ന? ഹൈക്കോർട്ടിലോ സുപ്രീം കോർട്ടിലോ എവിടാന്ന് വെച്ചാ പോട്ടെ, നമുക്ക് നോക്കാന്നേ. ഇതാ ഞാൻ പറയുന്ന അബൂബക്കർ ഹാജി ഇനിയും ലോകം കണ്ടിട്ടില്ല എന്ന്. ഹൈക്കോർട്ടും സുപ്രീം കോർട്ടും ഒന്നും അല്ല, അതിനേക്കാൾ വലിയ കോടതിയാണ് ഈ നാട്ടിലെ പത്രങ്ങളും പിന്നെ ചില ഈ വനിതാ സംഘടനകളും ഒക്കെ. അവരുടെ എങ്ങാനും കയ്യിൽ ഇത് കിട്ടിയ സ്വത്ത് അങ്ങനെയും തിരിച്ചു കൊടുത്താലും വേണ്ടൂല്ല, ചെവിതല കേട്ടാ മതി എന്നാവും മുതലാളിക്ക്. അവരാണ് ഇപ്പോഴും ഐസ്ക്രീമും കോപ്പും ഒക്കെ സെറ്റിൽ ചെയ്തിട്ട് പുതിയൊരു ഇഷ്യൂവിന് വേണ്ടി വലയം വെച്ച് കാത്തിരിക്കുക. അങ്ങനെ ഒരു പരാതിയും കൊണ്ട് പോണെങ്കിൽ തന്നെ അതിനെന്തേലും തെളിവോ കാര്യങ്ങളോ വേണ്ടേ? തെളിവില്ലെന്ന് ആരാ പറഞ്ഞത്? നല്ല സോളിഡ് എവിഡൻസ് എന്തെല്ലാമോ ആ പെങ്കൊച്ചിന്റെ കയ്യിലുണ്ട്. എന്നതാന്ന് പറഞ്ഞില്ലേലും അവളുടെ സംസാരത്തിൽ നിന്ന് എനിക്കത് ഉറപ്പാണ്. പിന്നെ ഈ പറയുന്ന സംഘടനക്കാർക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് ഒരു തെളിവും വേണ്ട. നാറ്റിച്ച് കളയും എല്ലാം കൂടെ. ഞാൻ ഇക്കാര്യത്തിൽ എന്ത് ചെയ്യണം? ഇൻസ്പെക്ടർ സാർ തന്നെ പറ. ഒന്നുകിൽ അനുനയിപ്പിച്ച്, അല്ലെങ്കിൽ ഭീഷണി കൊണ്ട്. ഏത് വഴിക്കായാലും അവളെ കൊണ്ട് ആദ്യം ആ പരാതി പിൻവലിപ്പിക്കണം. അനുനയിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല, മറ്റേ പണിയെ നടക്കുള്ളൂ. അത് ഞാൻ നോക്കിക്കോളാം. അത് ഞാൻ രംഗം വിട്ടിട്ട് മതി. കാര്യങ്ങൾ എന്റെ വഴിക്ക് ഞാൻ ശരിയാക്കി തരാം. ഏത് വഴി നിന്നൊന്നും നിങ്ങൾ അറിയണ്ട. പക്ഷേ ബാപ്പൂട്ടി മുതലാളിയുടെ സ്വത്തിനെ പറ്റി നാട്ടുകാർ പറയുന്ന കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. അതെന്തായാലും ഉണ്ടാക്കിയത് ചില്ലറ എമൗണ്ട് അല്ലല്ലോ. അപ്പോ അത് സമാധാനമായിട്ട് അനുഭവിക്കാൻ ഒരു തുക ചെലവാക്കേണ്ടി വരും. അതെത്രയാണെന്ന് മുതലാളി തീരുമാനിച്ചാൽ മതി. ഞാൻ സ്റ്റേഷനിലുണ്ടാവും. ഒരു തുക ഞാൻ കൊടുത്തയക്കും. ഇൻസ്പെക്ടർ എന്നോട് കണക്കൊന്നും പറയരുത്. കണക്ക് ഞാൻ പറയുന്നില്ല, പക്ഷെ പണം എപ്പോഴും പണം തന്നെ. അവിടെ സെന്റിമെന്റ്സ് ഇല്ല, സ്നേഹവും ബന്ധവും ഒന്നുമില്ല. അല്ല, അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അതിന്റെ ജീവിച്ചിരിക്കുന്ന ഉദാഹരണം അല്ലയോ ഈ നിൽക്കുന്നത്. വരട്ടെ. കാശ് കൊടുക്കണോപ്പാ? ഇവൻ വേണം. കാരണം ഓന്റെ കയ്യിൽ മരുന്നുണ്ട്. തൽക്കാലം നമുക്ക് അവനെ വിശ്വസിക്കാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. താങ്ക് യു. താങ്ക് യു. വാട്ട് എ ഫാന്റാസ്റ്റിക് ജോബ്. എനിക്ക് ഇയാളോട് ഭയങ്കര അസൂയ തോന്നുന്നുണ്ട്. ഇക്കഴിഞ്ഞ ജന്മത്തിൽ ഒരുപാട് പാപം ചെയ്തവരാണ് ഈ ജന്മത്തിൽ പോലീസുകാരാണെന്ന്. തിരിച്ചൊരുപാട് സുഹൃത്തം ചെയ്തവരൊക്കെ സ്കൂൾ ടീച്ചേഴ്സ്. എന്റെ ഒരു തിയറിയാണ് കേട്ടോ, കാര്യമാക്കണ്ട. എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. കാര്യം എന്താന്ന് പറഞ്ഞാ വെറുതെ ഇതുവഴി പോയപ്പോഴാ ഓർത്തത് താൻ വർക്ക് ചെയ്യുന്ന സ്കൂളാണല്ലോ എന്ന്. അയൽക്കാര് തമ്മിലുള്ള ബന്ധം വെറും പോലീസ് സ്റ്റേഷൻ വഴിക്ക് മാത്രം ആവരുതല്ലോ എന്ന് വിചാരിച്ചു. കാക്കി അഴിച്ചു വെച്ചാൽ ഞാനും ഒരു സാധാരണ മനുഷ്യനാണല്ലോ. പ്ലീസ്, ഇതൊരു സ്കൂളാണ്. സോറി, വിവരങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ചായിരുന്നു. താൻ പറഞ്ഞ ആ സംഭവം ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്ന. പക്ഷെ ഈ കാര്യത്തിൽ സ്വന്തമായിട്ടൊരു അഭിപ്രായം പറയാനോ ഈ അബൂബക്കർ ഹാജിക്കെതിരെ ഒരു മൊഴി തരാനോ ഇവിടെ ആരും തയ്യാറല്ല.
കാരണം എല്ലാരും പറയുന്നത് തന്നെ, ദേ ആർ വെരി ഡേഞ്ചറസ്. പിന്നെ കാശിന് കാശുണ്ട്, എല്ലായിടത്തും നല്ല പിടിപാടും ഉണ്ട്. എനിക്ക് തോന്നിയ ഒരു അഭിപ്രായം ഞാനങ്ങ് പറയുക. ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പൊ ഞാൻ ആ വീട്ടിൽ താമസവും അവന്മാർക്കൊരു പേടി കാണും. ഇനി ഒരു രാത്രി ഞാൻ അവിടെ ഇല്ലെങ്കിലും പ്രായം തികഞ്ഞൊരു പെണ്ണും വയസ്സായ ഒരു ഉമ്മയും തനിച്ച് ആർക്ക് എന്നതാ ചെയ്യാൻ പാടില്ലാത്ത? അതുകൊണ്ട് ഒരു കോംപ്രമൈസ് എന്ന നിലയ്ക്ക് കിട്ടുന്ന ചില്ലറയും വാങ്ങിയ പരാതി പിൻവലിക്കുവാണെ ഒരു വാടക വീട്ടിലേക്ക് മാറിയാലും മനസമാധാനമായിട്ട് ജീവിക്കാം എന്നാ പറയുന്നത്. ഈ കോംപ്രമൈസിന് സാറിന് എന്ത് കിട്ടും? ഒരു പോലീസുകാരന്റെ ഡ്യൂട്ടി എന്ന് വെച്ചാൽ പ്രശ്നങ്ങൾ തീർക്കുക എന്നുള്ളതാണ്. അതിനിപ്പോ സർക്കാരിന് ശമ്പളം കിട്ടും, വേറെ എന്നാ കിട്ടാന്? കിട്ടിക്കാണുമല്ലോ. നട്ടലുള്ള ഒരു പോലീസ് ഓഫീസറെങ്കിലും ഉണ്ടല്ലോന്നാ ആ പരാതിയും കൊണ്ട് സ്റ്റേഷനിൽ വന്നപ്പോ എനിക്ക് തോന്നിയത്. ആ നട്ടല്ലേ അറയ്ക്കൽ അബൂബക്കറിന്റെ വീട്ടിൽ പണയം വെച്ചിട്ട് രാത്രി അയാളുടെ വണ്ടിയിൽ അവിടെ വന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടതാ. ആ കിട്ടിയ ചില്ലറ സാർ അവിടെ സൂക്ഷിച്ചു വെച്ചാ മതി, എനിക്ക് വേണ്ട. നീ സംസാരിക്കുന്നത് സബ് ഇൻസ്പെക്ടർ സോളമനോടാണ്, അത് മറക്കണ്ട. സബ് ഇൻസ്പെക്ടർ എന്നത് നിയമത്തിന്റെ അവസാന വാക്കല്ലല്ലോ സാർ. അറയ്ക്കൽ അബൂബക്കർ ഹാജിയുടെ കൈകൾക്ക് ഈ കാക്കി ഷർട്ടിന്റെ പോക്കറ്റ് വരെ നീളമുള്ളൂ. അതിനപ്പുറം ഒരുപാട് ലോകമുണ്ട്. അത് മുഴുവൻ എത്തിപ്പിടിക്കാനുള്ള നീളം അയാളുടെ കൈകൾക്കില്ല. അത് മനസ്സിലാക്കാനുള്ള വലുപ്പം നിങ്ങളുടെ മനസ്സിനുമില്ല. പിന്നെ ഞാൻ എഴുതി തന്ന പരാതിക്ക് ഇനി വലിയ വിലയൊന്നുമില്ലെന്നറിയാം. സാർ തന്നെ അത് കയറി ചവറ്റുകുട്ടിയിലിട്ടേക്ക്. അതിനുവേണ്ടി എന്നെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കണമെന്നില്ല. സബ് ഇൻസ്പെക്ടർ സോളമൻ, ഇത്തിരി പോന്നൊരു പുഴു. എവിടെ പോയടോ സോളമ തന്റെ അഹംഭാവം? അത്ര ആൾക്കാരുടെ മുമ്പിൽ വെച്ച് അവളോടൊരു മറുപടി പോലും പറയാൻ പറ്റാതെ. സാർ എന്തൊക്കെയോ ഉണ്ടാക്കി കളയുമെന്ന് പറഞ്ഞുകൊണ്ടാ ഞാൻ ഒതുങ്ങിയത്. ഇല്ലെങ്കിൽ പറ, ഒരു രാത്രി മതി എല്ലാം കൂടി ചുരുട്ടിക്കൂട്ടാൻ. ഒരു പരാതിയും കൊണ്ട് ഒരാളും വരില്ല എവിടെയും. മോനെ ഷെറീഫേ, നീ നിയമം കയ്യിലെടുക്കല്ലേ. അതിനോട് ഞങ്ങളുണ്ട് പോലീസുകാര്. ഒഴിയടാ. അവൾ എന്നോട് കാണിച്ചേക്കെ താൻ കള. പക്ഷെ നിങ്ങളോട് വാങ്ങിയ പണത്തിന്റെ നീതി എനിക്ക് നിങ്ങളോട് കാണിക്കണം. സർക്കാർ തരുന്ന ശമ്പളത്തിന് സർക്കാരിനോടും. അതുകൊണ്ടെല്ലാം നിയമപ്രകാരമേ നടക്കാവൂ. അതേ നടക്കൂ. നിന്റെ പേരെന്താ? സൈദുന്ന. ഈ സൈദിന് നാളെ എനിക്കൊന്ന് കിട്ടണം. വിഷമിക്കാണ്ടിരിക്കും മോളെ. ദിവസം 5 നേരം പഠിച്ചോന്റെ മുമ്പിൽ മുട്ടുത്തിക്കൊണ്ടൊന്നും കാര്യമല്ല. ചെയ്ത തെറ്റിന് എന്നെ അനുഭവിക്കേണ്ടി വരും എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട്. ആട്ടെ, നമ്മക്കിപ്പോ എങ്ങനെയുണ്ട്? വയ്യ. ശരീരത്തിനല്ല, മനസ്സിനാ കൂടുതൽ. എന്നെയും കൊണ്ട് റോഡിലേക്ക് ഇറങ്ങേണ്ടി വരുമോന്നുള്ള പേടി ഉമ്മയ്ക്ക്. വയസ്സായ ഉമ്മയും കൊണ്ട് എവിടെ പോകുന്നുള്ള ആദ്യം എനിക്ക്. അത് ഞാനൊന്ന് കൂട്ടിച്ചെല്ലാൻ പറഞ്ഞതാ അബൂബക്കർ മുതലാളി. ഇതെന്താ ഇപ്പൊ ഒരു കൂട്ടിച്ചെല്ലല്? ബാങ്കിൽ എന്തോ പൈസ കൊടുക്കുന്ന കാര്യത്തിനാ. അത്യാവശ്യം എന്നാ പറഞ്ഞേ. ഓർക്ക് എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു ബുദ്ധി തോന്നാൻ? ലേറ്റ് ആക്കരുന്ന് പ്രത്യേകം പറഞ്ഞതാ. ബാങ്ക് അടയ്ക്കുമ്പോ അവിടെ എത്തേണ്ടതാ. ഇതിപ്പോ ഞാൻ എന്താ വേണ്ടത്? മോള് പോ. പഠിച്ചോൻ വിചാരിച്ചിട്ട് മൂപ്പർക്ക് ചിലപ്പോ നല്ല ബുദ്ധി തോന്നിയിട്ടുണ്ടാവും. മോളും ചെന്നാളാ. ഇറങ്ങി വരും. ഇവിടെയോ? ഇവിടെ എന്താ? ഇവിടെയാ മുതലാളി ഉള്ളേ. റോഡിൽ മുറിയിരിക്കുക. അത് വേണ്ട. ഇവിടെ കയറി സംസാരിക്കാൻ ഞാനില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നിങ്ങൾ സമ്മതിച്ചിട്ടില്ല ഞാൻ ഇവിടെ കൊണ്ടുവന്നേ. അനാവശ്യം പറയരുത്. വീട്ടിലേക്ക് വിചാരിച്ചിട്ടാ ഞാനിതിൽ കയറിയത്. എനിക്കാരും കാണണ്ട. എന്നെ വീട്ടിൽ വിട്ടാ മതി. അല്ലെങ്കിൽ വേണ്ട, ഞാൻ പൊക്കോളാം. ഇതായിപ്പോ നന്നായേ. വീടായാലും ലോഡ്ജായാലും നിങ്ങൾക്ക് എന്താ കിട്ടിയ പോരെ? എനിക്ക് തന്നെ മുതലാളിയുടെ കാശ് വേണ്ട. എനിക്കല്ല കാണും വേണ്ട. വഴിന്ന് മാറ്.
അങ്ങനെ പോയാലോ? എന്നാ പിന്നെ വാങ്ങിയ കാശ് തിരിച്ചെന്നിട്ട് പോ. എന്താ പ്രശ്നം? കാശ് കൊടുത്തെല്ലാം പറഞ്ഞുറപ്പിച്ച് കൊണ്ടുവന്നതാ. എന്നിട്ടിപ്പം വാക്ക് മാറിയാലോ? അങ്ങനെ വിടാൻ പറ്റുമോ? പിന്നെ അബൂബക്കർ ഹാജി പിന്നാളൊക്കെ മാത്രം മൊഞ്ച. എന്നാ പിന്നെ കാശ് വാങ്ങിയപ്പോ പറയണ്ടേ സൈഡിന്റെ കൂടെ നീ ലോഡ്ജിലേക്ക് വരൂലെന്നുള്ളത്? എന്നതാ ഇവിടെ പ്രശ്നം? നാറ്റ കേസാ സാറേ. ഇയാള് കൊടുത്ത കാശ് വാങ്ങി ഇവള് ഇവന്റെ കൂടെ വന്നാ ലോഡ്ജിലേക്ക്. ഇവിടെ ആളും ബഹളവും കണ്ടപ്പോ ഇവള് പറ്റില്ല എന്ന് പറഞ്ഞു. അയാള് കാശ് തിരിച്ചു ചോദിച്ചു. അതേ തുടർന്നുണ്ടായ പ്രശ്നം. പട്ടാപ്പകൽ വ്യവചാരമാണല്ലടാ റാസ്കൽ. സദാശിവ ജീവിക്കല്ലോ, ഇങ്ങോട്ട് നടക്കണം. നിന്നോട് പ്രത്യേകം പറയണോടെ ഹബീബേ, പിടിച്ച് കേട്ട്. തകർക്കപ്പെട്ടത് ഒന്നല്ല, 2 ജീവിതങ്ങൾ. മകൾ പരസ്യമായി അപമാനിക്കപ്പെട്ട വാർത്തയുടെ ആഘാതം താങ്ങാനാവാതെ നദിയയുടെ ഉമ്മ ഹൃദയം തകർന്നു മരിച്ചു. മനസാക്ഷി നഷ്ടപ്പെട്ടവരുടെ ഈ ഉഷ്ണഭൂമിയിൽ നദിയ എന്ന പെൺകുട്ടി ഒറ്റയ്ക്കായി. ദുരന്തത്തിന്റെ വ്യാപ്തി ഇത്രത്തോളം പ്രതീക്ഷിച്ചിരിക്കില്ല സോളമനും. കുറ്റബോധമോ വേദനയോ അല്ല, ചെയ്തത് ശരിയാണോ എന്ന് സ്വയം ചോദിക്കേണ്ടി വന്ന ജീവിതത്തിലെ ആദ്യത്തെ സന്ദർഭം. ഇങ്ങനെ ഇരുന്നിട്ടെന്താ മോളെ? എന്റെ വിഷമം അറിയാഞ്ഞിട്ടല്ല. എന്നാലും ജലവാനല്ലാതെ ഒത്തിരിപ്പിരുന്ന് പോയൊരു തിരിച്ചു വരുമോ? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി നല്ലത്. നേരത്തോട് നേരെ ഒരിത്തി വെള്ളം ഇറക്കിയിട്ടില്ലേ കുട്ടി? ഇങ്ങനെ ഇരുന്ന് ഉള്ളു വേവിക്കാതെ എന്റെ മോളെ, നീ ഞാൻ പറഞ്ഞോണ്ട് കേക്ക്. സാറേ, ഒന്ന് കാണാൻ വന്നതാ. എന്നതാ ഈ നേരത്ത്? പടച്ചോനെ എന്ന് വിളിച്ചാലും തമ്പുരാനെ എന്ന് വിളിച്ചാലും വിളിയേക്കുന്ന ഒരു ദൈവം ഉണ്ടല്ലോ, ആ ദൈവം പൊറുക്കൂല തോന്നുന്നു. ആ കുട്ടി ഇതുവരെ ഒന്ന് കരഞ്ഞിട്ടില്ല.
ആ കണ്ണീര് പക്ഷെ നിലത്തല്ല വീഴ, ഈ നെഞ്ഞത്താ. അത് വീണടും പൊള്ളിപ്പോവും. അവള് കരോളൊരുക്കി ഒന്ന് ശപിച്ചാൽ ഈ ജന്മം പാഴായി പോകും. നന്നാവില്ല, ഒരു കാലത്തും നന്നാവില്ല. അവളെവിടെ? അകത്തുണ്ട്, കിടക്ക്. നിങ്ങൾ പുറേ വയ്ക്കോ. ഇവിടെ വീട്ടുകാവലിന് ഞാൻ ആളെ ഏർപ്പാടായിക്കോളാം. മയ്യത്ത് അടക്കുന്നതിന് മുമ്പ് എത്തണമെന്നുണ്ടായിരുന്നു. വൈകി. മംഗലാപുരത്തായിരുന്നു. കഴിഞ്ഞതൊക്കെ ഞാൻ വിട്ടു. ഇനി കാര്യങ്ങൾ നിനക്ക് തീരുമാനിക്കാം. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാതിരിക്കാനുള്ള വഴിയൊക്കെ ഞാൻ നോക്കിക്കോളാം. പക്ഷേ അതിന്റെ ഒരു ഗുണം എനിക്കും കൂടി ഉണ്ടാവണം. നിന്റെ ഒരു അവസ്ഥ നീ ഒന്ന് മനസ്സിലാക്ക്. ഒരാളും ഉണ്ടാവില്ല നിന്നെ സഹായിക്കാൻ. മര്യാദക്കാണെങ്കിൽ ഞാനുണ്ടാവും എന്തിനും. നിന്നോട് പുറത്തിറങ്ങാനാ പറഞ്ഞത്. ഒച്ച വെക്കണ്ട. നബീസ് താത്തനെ ഞാൻ പറഞ്ഞയച്ചു. എടീ, ഞാൻ വിചാരിച്ച നിമിഷങ്ങൾ മതി. മനസ്സിലായോടി? ആ മയ്യത്തിന്റെ മേലിട്ട മണ്ണൊന്ന് ഉണങ്ങിയിട്ട് മതി എന്ന് വിചാരിച്ചാ ഞാൻ. പക്ഷേ നീ സാറിനിപ്പോ എന്ത് വേണം? എനിക്കിപ്പോ ഒന്നും വേണ്ട, അതുപോലെ തനിക്കും ഇപ്പൊ ഒന്നും വേണ്ട. തനിറങ്ങിക്കോ. കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ പകൽ വെളിച്ചത്തിൽ തീരുമാനിക്കാം. ഇതെന്റെ കാര്യം. ഇതെപ്പോ എങ്ങനെ വേണമെന്നൊക്കെ ഞാൻ തീരുമാനിക്കാം. സാറ് പെട്ടെന്ന് സ്ഥലം വിടാൻ നോക്ക്. പോലീസുകാരന്റെ തോക്ക. ഇതിനകത്ത് കിടക്കുന്ന ബുള്ളറ്റിന് അറക്കൽ അബൂബക്കറിന്റെ മോനെ തിരിച്ചറിഞ്ഞ് സല്യൂട്ട് ചെയ്യാനുള്ള വിവേചന ബുദ്ധിയില്ല. അതുകൊണ്ട് മോനെ ഷെറീഫേ, നീ ഇറങ്ങിക്കോ. സോളമന വീട്ടിലുള്ളിടത്തോളം കാലം ഒരു നായിന്റെ മോനും അസമയത്ത് ഇവിടെ കയറി വരില്ല. പിന്നെ അന്ന് തോന്നിയൊരു ദേഷ്യത്തിന്റെ പുറത്ത് അങ്ങനെയൊക്കെ ചെയ്തു പോയത്. ഒന്നും വേണമെന്ന് വെച്ചിട്ട്. ഹലോ. സോളമന. ഞാൻ മംഗലാപുരത്ത് നിന്ന് കുറച്ച് ദൂരെയാവുള്ളത്. സബ് ഇൻസ്പെക്ടറുടെ ഒരു സഹായം എനിക്ക് വേണ്ടി വരും. എന്നാ? രാത്രി നമ്മുടെ ഒരു കണ്ടെയ്നർ ആ വഴിക്ക് വരും. ബാക്കി റൂട്ട് എല്ലാം ക്ലിയറാ. അവിടെ എത്തുമ്പോൾ ഹൈവേ പിടിക്കണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. ഇൻസ്പെക്ടർ നമ്മുടെ ഏരിയ ഒന്ന് നോക്കിക്കൊള്ളണം. ഇവിടെ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല, ഞാൻ നോക്കിക്കൊള്ളാം. നമ്പർ എന്നാന്ന് പറ. സാറിനെ കാണാൻ ഒരാള് രാജാക്കാട് സ്റ്റേഷനിൽ സാറിന്റെ കൂടെ വർക്ക് ചെയ്താന്ന് പറഞ്ഞു. ഒരു ചാണ്ടിക്കുഞ്ഞ്. എവിടെ? എന്നാടോ ഇവിടെ? താമ്പാ. താൻ കാര്യം എന്നതാന്ന് പറയണോ? താൻ ആരോടെങ്കിലും വല്ല വിവരക്കേടും വിളമ്പിയോ?
ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല സർ. പക്ഷെ അയാൾക്ക് എന്തോ സംശയമുണ്ട് ആ ഉമ്മച്ചന്. കുറച്ചായിട്ട് അയാൾ എന്റെ പുറകെ തന്നെയാ. അയാള് പുറകെ നടക്കട്ടോ. ഉമ്മച്ചനല്ല ദൈവം തമ്പുരാൻ വിചാരിച്ചാലും ആരും ഒന്നും അറിയാൻ പോകുന്നില്ല. താൻ വാ തുറന്നാലല്ലാതെ. താൻ ധൈര്യമായിട്ടിരിക്കും. അതല്ല സർ, അയാൾ മറ്റു വഴിക്കൊക്കെ എന്നെ നിർബന്ധിച്ച് കാര്യം പറയിക്കാനുള്ള ശ്രമത്തിലാ. മറ്റു വഴിക്കെന്ന് വെച്ചാ? അടുത്ത ആഴ്ച എന്റെ മോളെ കല്യാണം ഉറപ്പിച്ചേക്കുക. കൊടുക്കാവുന്ന ഏറ്റ സ്ത്രീധന തുകയും സ്വർണവും കൊടുക്കേണ്ടത് മറ്റന്നാളാ. സഹകരണ ബാങ്കിൽ ഞാനൊരു ലോണിന് അപേക്ഷിച്ചിരുന്നു 5 ലക്ഷത്തിന്. നാളെ അത് കിട്ടാവുന്നും വെച്ചതാ. പക്ഷേ ഉമ്മച്ചന്റെ ആൾക്കാരല്ലേ ഭരണസമിതിയിൽ. എന്റെ പേരിലുള്ള ഈ സംശയം വെച്ച് ഉമ്മച്ചൻ അത് ബ്ലോക്ക് ചെയ്യിച്ചു. ലോൺ കിട്ടാനിപ്പം വേറെ ചില നിയമ തടസ്സങ്ങൾ ഉണ്ടെന്നാ ബാങ്കുകാർ പറയുന്നത്. നാളെ ഈ പറഞ്ഞ 5 ലക്ഷം കിട്ടിയില്ലേല് കല്യാണം മുടങ്ങും. എങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. സാറൊന്ന് മനസ്സ് വെച്ചാൽ. എനിക്ക് എന്നാ ചെയ്യാൻ പറ്റുള്ളൂ? ബാങ്കിലോ ഭരണസമിതിയിലോ എനിക്ക് അങ്ങനെ ഹോൾഡൊന്നും ഇല്ലല്ലോ. അതല്ല സാർ, എങ്ങനെയും ഒരു 5 ലക്ഷം രൂപ എനിക്ക് തരണം. സാറ് വിചാരിച്ചാൽ നടക്കും. എന്റെ മുന്നിൽ മറ്റൊരു വഴിയില്ല. താൻ എന്നതായി പറയുന്നത്? ഈടോ 5 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ എവിടെ ഉണ്ടാക്കാനാ? എന്ന് പറഞ്ഞാ എന്റെ അവസ്ഥ സാറൊന്ന് ആലോചിച്ച് നോക്ക്. ഇത് നടത്താൻ ഒത്തില്ലേ? ഞാൻ പറഞ്ഞല്ലോ, ആത്മഹത്യയെ വഴിയുള്ളൂ. രണ്ടു ദിവസം മുമ്പ് ഉമ്മച്ചൻ ഒരാളെ വിട്ടായിരുന്നു എന്നോട് സംസാരിക്കാൻ. ലോൺ പാസ്സാക്കി തരാൻ അയാൾ വിചാരിച്ചാൽ പറ്റും. വേറെ സഹായങ്ങൾക്കും അയാൾ റെഡിയാ. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ഡെന്നീസിന്റെ ശവം എന്ത് ചെയ്തെന്ന് ഞാൻ അവരോട് പറയണം. എനിക്ക് എന്റെ മോളുടെ കല്യാണം നടത്തണം സർ. അതിനൊന്നെങ്കിൽ സാറ് സഹായിക്കണം, അല്ലേല് ഞാൻ നേരെ പോയിട്ട് ഉമ്മച്ചനെ കാണേണ്ടി വരും. നിനക്ക് ശരിക്കും അറിയാഞ്ഞിട്ടാ? സാറ് ചുമ്മാ ശോഭിച്ചിട്ട് കാര്യമൊന്നുമില്ല. സംഭവം വെളിയിലായാൽ സാറ് മാത്രമല്ല ഞാനും തൂങ്ങേണ്ടി വരും. എന്റെ മോളുടെ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിൽ തൂങ്ങാനും ഞാൻ റെഡിയാണ്. സാറൊന്ന് ശാന്തമായിട്ട് ആലോചിക്ക്. ഞാൻ വെയിറ്റ് ചെയ്യാം. എനിക്ക് നാളെ വൈകിട്ടത്തേന് കാശുമായി അങ്ങ് എത്തിയാൽ മതി. താൻ പോയിക്കോ. കാശ് നാളെ വൈകുന്നേരം ആകുമ്പോഴത്തേനും ഞാൻ അങ്ങ് എത്തിച്ചേക്കാം. ഞാൻ പോകാം, പക്ഷേ നാളെ സാറ് വാക്ക് മാറ്റി പറയരുത്. നിർത്തണോ? സോളമൻ പിഴയാ, ഭൂലോക പിഴയാ. പക്ഷെ സോളമൻ ഒരു വാക്ക് പറഞ്ഞ ആ വാക്കേ ഉള്ളൂ. താൻ ചെല്ല്. നാളെ കാശ് കിട്ടിയില്ലേ സോളമൻ ജീവിച്ചിരിപ്പില്ലെന്ന് കൂട്ടിക്കോ. സാറെന്താ ഈ വഴിക്ക്? സാർ ഇരിക്കെ. സാറിനെന്താ ഒരു ടെൻഷൻ പോലെ? പറയാം. ഞാനൊരു ചെറിയ ഫിനാൻഷ്യൽ ക്രൈസിസിലാണ്. തനിക്കോ അബൂബക്കർ ഹാജിക്കോ എന്നെ സഹായിക്കാൻ പറ്റണം. പണമായിട്ടോ പ്രത്യോപകാരമായിട്ടോ ഞാൻ തിരിച്ചു തരും. ഒരു 5 lakhs. അബൂബക്കർ ഹാജി എത്താൻ വൈകുമെങ്കിൽ താൻ തന്നെ അറേഞ്ച് ചെയ്യേണ്ടി വരും. 5 lakhs എന്ന് വെച്ചാൽ 5 ലക്ഷം രൂപ. എനിക്കറിയാം, അതൊരു ചെറിയ എമൗണ്ട് അല്ല. പക്ഷെ അറയ്ക്കൽ അബൂബക്കർ ഹാജിയുടെ മകൻ ഷെറീഫിന് ഞെട്ടാൻ മാത്രമുള്ള വലിപ്പം അതിനില്ലെന്നും എനിക്കറിയാം. എന്നാര് പറഞ്ഞു സാർ? 24 മണിക്കൂറും കണ്ണും തുറന്നിരിക്കണം ഞങ്ങൾക്ക് 10 രൂപ ഉണ്ടാക്കാൻ. നിങ്ങൾക്കതിന് ഇരുന്നിടത്തിരുന്ന് വെറുതെ ഒന്ന് കണ്ണടച്ചാൽ മതി. അപ്പൊ പിന്നെ പണത്തിന്റെ വില അറിയുന്നത് നിങ്ങൾക്കാണോ ഞങ്ങൾക്കാണോ? പിന്നെ സ്നേഹവും സൗഹൃദവും ഒക്കെ ശരി, പക്ഷെ പണം എപ്പോഴും പണം തന്നെയാ. അവിടെ സ്നേഹവും ഇല്ല, സെന്റിമെന്റ്സും ഇല്ല. ഇത് ഞാൻ പറഞ്ഞല്ല, സബ് ഇൻസ്പെക്ടർ സോളമൻ സാറിന്റെ തിയറിയാ. ഷെറീഫെ, സംസാരിച്ചു കളയാൻ എനിക്കിപ്പോ സമയമില്ല. എനിക്കറിയേണ്ടത് ഇത്രയേ ഉള്ളൂ, യെസ് ഓർ നോ. കാശ് കിട്ടുവോ ഇല്ലയോ? ഞാൻ ഇത്രയും പറഞ്ഞതിന്ന് സാറിനത് മനസ്സിലായില്ലെങ്കിൽ പിന്നെ ഞാൻ അന്വേഷിച്ചതായിട്ട് പറഞ്ഞേക്ക് അബൂബക്കർ മുതലാളിയോട്.
ഷെരീഫെ, കാര്യമൊക്കെ ശരി തന്നെ. തന്റെ ഉപ്പ അബൂബക്കർ ഹാജി എന്നെ വിളിച്ചു പറഞ്ഞു പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല എന്ന് ഞാൻ വാക്ക് കൊടുക്കുകയും ചെയ്തു. അതൊരു വിശ്വാസം. അതേ വിശ്വാസത്തിന്റെ പുറത്ത് എനിക്കൊരു പ്രശ്നം ഉണ്ടായപ്പോ ഞാൻ ഓടിക്കേറി വന്നതെങ്ങോട്ടാ? അപ്പൊ വിശ്വാസം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എന്റെ വഴി, അതായത് നിയമത്തിന്റെ വഴി. അങ്ങനെ അബൂബക്കർ ഹാജി അകത്താക്കിയിട്ട് ഈ സ്റ്റേഷൻ സ്വസ്ഥമായിട്ട് ഭരിക്കാൻ തോന്നുന്നുണ്ടോ സാറിന്? അത് കള. ഈ കസേരയെ ഞാൻ ഉണ്ടേ ഞാൻ ഭരിക്കുകയും ചെയ്യും. ആ കാര്യത്തിൽ അറക്കൽ അബൂബക്കർക്കോ മോനോ ഒരു സംശയവും വേണ്ട. പക്ഷെ അകത്താക്കുന്ന കാര്യം നമ്മൾ ഇതുവരെ തീരുമാനിച്ചില്ലല്ലോ. അതിനിയും വഴി കിടക്കുമല്ലയോ? മിനിമം ഒരു 1.5 കോടിയുടെ മുതലുണ്ടാ വണ്ടിക്കകത്തെന്ന് എനിക്കറിയാം. അപ്പോ അതിന് തക്ക ഒരു തുക കിട്ടണം. അത് മുതലാളി ഒന്ന് വിളിച്ച് പറ. എത്ര കിട്ടണം? 25 എന്ന് വെച്ചാൽ 25 ലാഖ്. അത് കിട്ടി ആലോചിക്കാം. 25 രൂപ ഇല്ലാതെ ഈ ലോറി ഞാൻ ഇറക്കിക്കൊണ്ട് പോകും. കാണോ? നീ കൊണ്ടുപോകല. നിന്റെ ഉപ്പ അറക്കൽ അബൂബക്കർ ഹാജി ചിലപ്പോ കൊണ്ടുപോയിന്നിരിക്കും. പക്ഷെ അത് കൊണ്ടുപോയി അനുഭവിക്കാൻ അയാൾക്കൊരു അനന്തരാവകാശം ഉണ്ടാകത്തില്ല. ലോറി ഗേറ്റ് കിടക്കുന്നതിന് മുമ്പ് ആ കാര്യം ഞാൻ ഉറപ്പുവരുത്തിയിരിക്കും. ഹലോ, സബ് ഇൻസ്പെക്ടറാ? ഞാൻ തപ്പിക്കൊണ്ടിരിക്കുവായിരുന്നു. എവിടെ ഉണ്ട് ഇപ്പോ? ഞാനിപ്പോ വീട്ടിലെത്തിയതേ ഉള്ളൂ. കാര്യം പറഞ്ഞു. എന്താ വേണ്ടെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. നിങ്ങൾ ലോറി വിട്. രാവിലെ ചരക്ക് അവിടെ എത്താനുള്ളതാ. ലോറി ഞാൻ വിടാം. പക്ഷെ ഒരു എമൗണ്ട് ഞാൻ ഷെരീഫിനോട് പറഞ്ഞിട്ടുണ്ട്. 10 പൈസ അതിൽ നിന്ന് കുറയല്ല. ഇതുവരെ വന്നാ നമുക്ക് കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാം. എന്തേ? ഞാൻ വരാം. പക്ഷെ മുതലാളി സോളമനെ കളിപ്പിക്കാന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ കാൽപ്പാട് കണ്ടാൽ അത് പുലിയാണോ പൂച്ചയാണോ എന്ന് മനസ്സിലാക്കാനുള്ള വിവരമൊക്കെ പടച്ചോ നമുക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ വരീൻ. നേരും നിറയും ഒന്നുമില്ലാത്ത ബിസിനസ്സായത്. അതെനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. ജയിക്കാൻ എന്ത് വഴിയും നോക്കും. അതിന് ഇന്ന വഴിയെന്നൊന്നുമില്ല. പക്ഷെ തോറ്റു എന്നുറപ്പായ പിന്നെ കളിക്കാൻ നിൽക്കരുത്. അത് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി ഉണ്ടാവണം. അതാ ഓനില്ലാണ്ടായി പോയത് എന്റെ ചെക്കന്. ഇതാ 25 ലക്ഷം തികച്ചുമുണ്ട്. നേരത്തെ ചോദിച്ചപ്പോ 5 തന്നിരുന്നെങ്കിൽ ഇപ്പൊ 20 ലാഭമായനെ. പറഞ്ഞിട്ട് കാര്യമില്ല. 25 തികച്ചും പോണമെന്നായിരിക്കും അറക്കൽ അബൂബക്കർ ഹാജിയുടെ വിധി. പോകാൻ വരട്ടെ. നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്തു. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ചെയ്തിട്ട് പൊക്കോളി. പിള്ളേ, ഞാനാ. വണ്ടി വിട്ടേക്ക്. വേണ്ടൊന്നും വേണ്ട, ഞാൻ വരാം. എന്നാ ഇറങ്ങിക്കോളി. Oh!